എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം അടിപൊളി മുട്ട കേക്ക്, അതായത് വെട്ട് കേക്ക് എന്ന് പറയും. നല്ല ഈസിയാണ് തയ്യാറാക്കാൻ. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇത് നമ്മൾക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത് 6 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഒരു ബൗളിലേക്ക് ആക്കുന്നതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർക്കാം, അതായത് പഞ്ചസാരയുടെ കൂടെ. ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിരിക്കുന്ന 6 മുട്ടയും പഞ്ചസാരയുടെ കൂടെ ചേർത്തിരിക്കുകയാണ്. ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർക്കാം. ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ഏലക്കായ പൊടിച്ചതൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തിരിക്കുന്ന ഈ മുട്ട മിശ്രിതം നമ്മൾക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയുടെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗോതമ്പ് പൊടി അളവ് ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് ഈ ഒരു കൂട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഒരു പാകത്തിലാണ് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു മാവാക്കി എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് എത്രയാണോ പൊടി വേണ്ടത് അതിനനുസരിച്ചിട്ട് കുഴച്ച് ഈ ഒരു പാകത്തിലാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 2 ടേബിൾ സ്പൂണോളം ചേർക്കാം. നന്നായിട്ടൊന്നും കൂടി കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാകത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് പരത്തണം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ ഇത് പരത്തുന്ന സ്ഥലത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്ന് എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി 2 ആയിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഒരു പീസ് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു പീസ് ആദ്യം ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നേർങ്ങനെ പരത്തരുത്, അതുപോലെ തന്നെ നല്ല തടിപ്പിലും ആയി പോകരുത്. ഒരു ചെറിയൊരു തടിപ്പ് വേണം നമ്മൾ പരത്തിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ പാകത്തിന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ മുട്ട കേക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡയമണ്ട് ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഏറ്റവും സൈഡിലുള്ള പീസസൊക്കെ നല്ല ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും. നടുക്കത്തെ എല്ലാ പീസുകളും ഡയമണ്ട് ഷേപ്പിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മുട്ട കേക്ക്, അതായത് വെട്ട് കേക്ക് വേണ്ടത്. ഇവിടെ ഇതാ കട്ട് ചെയ്തിരിക്കുന്ന സൈഡ് പീസ് ട്രയാങ്കിൾ ഷേപ്പും അതുപോലെ നടുക്കത്തെ പീസ് ഡയമണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ പീസസൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മറ്റേ പീസും ഞാൻ അതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ആക്കിയിരിക്കുന്ന പീസസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനും കൊള്ളത്തില്ല, കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ പീസസ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പിന്നീട് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ പീസസൊക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വരും. ആ സമയത്ത് നമ്മൾക്ക് ഇതിൽ നിന്നും എണ്ണയിൽ നിന്നും കോരാവുന്നതാണ്. ഇവിടെ ഈ മുട്ടക്കേക്ക് നമ്മൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിലും അങ്ങനെ കൂടുതൽ ഓയിലൊന്നും കുടിക്കത്തില്ല. അതായത് നമ്മളിപ്പോൾ പഴംപൊരി ആക്കുമ്പോൾ ആ ഓയിൽ ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഓയിലായിരിക്കും. അങ്ങനെ ഒരു ഇതില്ല. അതുപോലെ നമ്മൾക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയാൽ നമ്മൾക്ക് വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് കഴിക്കാനൊരു നല്ലൊരു പലഹാരമായിരിക്കും. ഇവിടെ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇത് എണ്ണയിൽ നിന്നും കോരുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പീസസ് കൂടി ആക്കാനുണ്ട്. അതുകൂടി നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഒരുമിച്ച് കൂടുതലായിട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പിയിൽ ഇട്ട് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തോളം വൈകുന്നേരത്തെ ചായക്കോ അല്ലെങ്കിൽ ഇടയ്ക്ക് കഴിക്കാനോ ഒരു പലഹാരമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിക്കുക. അങ്ങനെ ഇതാ നമ്മുടെ വെട്ട് കേക്ക്, അതായത് മുട്ട കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞ് നമ്മൾക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായി ഞാൻ വരാം. താങ്ക്